പഞ്ചാബിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മിയുടെ വമ്പൻ തേരോട്ടം എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. കഴിഞ്ഞ ദിവസം ഇത് പുറത്തു വന്നതാണ്. സംഭവം സത്യമാണ്. ആം ആദ്മി പാർട്ടി അവിടെ വലിയ വിജയം കരസ്ഥമാക്കിയിട്ടുണ്ട്. എന്തായാലും ഈ ഒരു പാർട്ടിയുടെ ആം ആദ്മി പാർട്ടിയുടെ വിജയത്തിന് ശേഷം അവിടെ രക്തരൂക്ഷിതമായിട്ടുള്ള സംഘർഷവും ഏറ്റുമുട്ടലും വെടിവെപ്പും നടന്നു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഇതിൽ നമ്മൾ പ്രധാനമായും എടുത്തു പറയേണ്ട കാര്യം ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും തമ്മിലാണ് അവിടെ മത്സരം എന്ന് പറയുന്നത്. ആം ആദ്മി പാർട്ടി അവിടെ വലിയ വിജയം കരസ്ഥമാക്കി എന്നുള്ളത് പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യമാണ്. അവർ അവിടെ ഏകദേശം 900-ലധികം സീറ്റുകൾ അവിടെ പിടിച്ചു കഴിഞ്ഞു എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. ബി ജെ പിക്ക് അവിടെ 50-ഓ 70-ഓ അത്ര എങ്ങാണ്ടേ ഉള്ളൂ എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഇവിടെയുള്ള പല മതമൗലികവാദികളും പല സുഡാപ്പികളും കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും പറയുന്നത് അതാ കണ്ടില്ലേ, പഞ്ചാബിലെ ഈ തെരഞ്ഞെടുപ്പ് ഒരു പാഠമാണ്. കാരണം ഇത് ബാലറ്റ് പേപ്പറിലാണ് നടന്നത്. ബാലറ്റ് പേപ്പറിൽ നടക്കുമ്പോൾ ബി ജെ പി തോൽക്കുന്നു, ആം ആദ്മി പാർട്ടി ജയിക്കുന്നു എന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതിലൊരു പ്രശ്നമുണ്ട്. അതായത് ബി ജെ പിക്ക് ശക്തിയില്ലാത്തൊരു സ്ഥലമാണ് പഞ്ചാബ് എന്ന് പറയുന്നത്. അവർ അവിടെ ഉണ്ടായിരുന്നു, പക്ഷേ അവിടെ ബി ജെ പി തുച്ഛമായിട്ടാണ് സീറ്റുകൾ ഉണ്ടായിരുന്നത്. ബി ജെ പിക്ക് MLA സീറ്റ് പോലും. അതിനു മുമ്പ് ശിരോമണി അകാലിദളുമായിട്ടൊക്കെ ചേർന്നാണ് ബി ജെ പി ഭരിച്ചുകൊണ്ടിരുന്നത്. കർഷക സമരമൊക്കെ വന്നപ്പോൾ ബി ജെ പി അവിടെ നിന്നും അടപടലം പോകുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാനായിട്ട് സാധിച്ചു. അതിനുശേഷം ആം ആദ്മി പാർട്ടി അവിടേക്ക് കയ്യേറി. കാരണം ഈ ആം ആദ്മി പാർട്ടി എന്ന് പറയുമ്പോൾ ഈ പഞ്ചാബിനെ ഒരു ജോഗ്രഫി അനുസരിച്ച് അവിടെ ഈ മയക്കുമരുന്ന് സംഘങ്ങൾ വളരെയധികം വ്യാപകമാണ്. പിന്നെ ഈ മണ്ഡി സംഘങ്ങൾ വളരെ വ്യാപകമാണ്. ഇവരെയൊക്കെ സുഖിപ്പിച്ചു പോകാൻ ആം ആദ്മി പാർട്ടിക്കും കോൺഗ്രസിനുമൊക്കെ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. ബി ജെ പി അവിടെ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അത് അവിടെയുള്ള അവിടെയുള്ള ജനങ്ങളുടെ ഒരു ഡെമോഗ്രഫി തന്നെ മാറ്റിക്കളയും എന്നുള്ളതാണ്. കാരണം ഈ മയക്കുമരുന്ന് കച്ചവടം ഇതൊന്നും നടക്കില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം. ഇത് കിട്ടിയില്ലെങ്കിൽ അവിടെയുള്ള ആൾക്കാർക്ക് വല്ലാതെ വിറല് പിടിക്കും. എല്ലാവരുമല്ല, ഇത് കിട്ടുന്ന ഒരു ഭൂരിഭാഗം ആൾക്കാർ അവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഈ ഉടുത പഞ്ചാബ് എന്ന് പറഞ്ഞൊരു സിനിമയൊക്കെ ഇറക്കിയിട്ടുണ്ട്. അത് ഈ പഞ്ചാബിലെ മയക്കുമരുന്ന് റാക്കറ്റുകളെ മാത്രം ഉദ്ദേശിച്ചുള്ള കഥയാണെന്ന് പറഞ്ഞ ആ സമയത്ത് വലിയ വിവാദങ്ങളൊക്കെ നടന്നിരുന്നു. അപ്പോൾ അവിടെ യഥാർത്ഥത്തിൽ ആം ആദ്മി പാർട്ടിക്കാണ് ശക്തി, കോൺഗ്രസിനാണ് ശക്തി. അപ്പോൾ ഈ പാർട്ടികൾ അവിടെ ബാലറ്റ് പേപ്പറിൽ മത്സരിച്ച് ആം ആദ്മി പാർട്ടി അവിടെ വിജയിച്ചു. അങ്ങനെ ആം ആദ്മി പാർട്ടി വിജയിച്ചപ്പോൾ പലരും പറയുകയാണ്, ഇതാ നോക്കൂ, ബി ജെ പി തോറ്റിരിക്കുന്നു, എല്ലായിടത്തും ബാലറ്റ് പേപ്പറിൽ തിരഞ്ഞെടുപ്പ് നടത്തണമെന്ന്. ഇതിപ്പോൾ കേരളത്തിൽ വന്ന് ബാലറ്റ് പേപ്പറിൽ തിരഞ്ഞെടുപ്പ് നടത്തിയാലും ഇവിടെ ശക്തിയുള്ള പാർട്ടികൾ UDF-ഉം LDF-ഉമാണ്. അവർ വിജയിക്കുന്ന കാഴ്ചയായിരിക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അതേസമയം നിങ്ങൾ ഗുജറാത്തിലേക്ക് വന്ന് ബാലറ്റ് പേപ്പറിൽ തിരഞ്ഞെടുപ്പ് നടത്തിയാൽ അവിടെ ബി ജെ പി ജയിക്കുകയുള്ളൂ. കാരണം അവിടെ ബി ജെ പിക്കാണ് പരമ്പരാഗതമായിട്ട് ശക്തിയുള്ളത്. അപ്പോൾ ഇതൊക്കെ ഏത് കൊച്ചുകുട്ടിക്കും അറിയാവുന്ന കാര്യമാണ്. അതായത് ബി ജെ പിക്ക് താരതമ്യേന ശക്തി കുറഞ്ഞ സ്ഥലത്ത് പോയി ബാലറ്റ് പേപ്പറിൽ തിരഞ്ഞെടുപ്പ് നടത്തിയിട്ട് അതാ ബി ജെ പി തോറ്റു എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത് എന്നൊരു കാര്യമില്ല. ബി ജെ പിക്ക് ശക്തിയുള്ള സ്ഥലത്ത് നടത്തണം. അത് ഗുജറാത്ത് ആയിക്കൊള്ളട്ടെ, ഉത്തർപ്രദേശ് ആയിക്കൊള്ളട്ടെ, ബീഹാർ ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ മഹാരാഷ്ട്ര ആയിക്കൊള്ളട്ടെ, മധ്യപ്രദേശ് ആയിക്കൊള്ളട്ടെ, മറ്റേത് സംസ്ഥാനങ്ങളും ആയിക്കൊള്ളട്ടെ, അവിടെ നടത്തണം. അവിടെ നടത്തിയിട്ട് അവിടെ ബാലറ്റ് പേപ്പറിൽ നടത്തി ബി ജെ പി തോൽക്കുകയാണെങ്കിൽ പറയുന്നതിൽ എന്തെങ്കിലും ചെറിയൊരു അർത്ഥമുണ്ടെങ്കിലും പറയാം. നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി കേരളത്തിലില്ലല്ലോ. കാരണം കേരളത്തിൽ UDF ആണ് തൂത്തുവാരിയത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ. ആ സാഹചര്യത്തിൽ വോട്ട് ചോരി രാഹുൽ ഗാന്ധിക്ക് മുന്നോട്ടെടുത്ത് വയ്ക്കാൻ സാധിക്കില്ല. വോട്ട് ചോരി ആണെങ്കിൽ ബി ജെ പി കേരളത്തിൽ 5 കോർപ്പറേഷനും പിടിക്കേണ്ടതാണ്. പക്ഷേ ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ പോലും ബി ജെ പിക്ക് ഭൂരിപക്ഷം ഇല്ല എന്നുള്ളതാണ് കേരളത്തിലെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ വോട്ട് ചോരി അവിടെ തീർന്നു. അതുപോലെ കൊണ്ടുവന്നിരിക്കുന്ന മറ്റൊരു ചീട്ടുകൊട്ടാരമാണ് ഇപ്പോഴുള്ള ഈ ആം ആദ്മി പാർട്ടിയുടെ തെരഞ്ഞെടുപ്പും അതിനെ സംബന്ധിച്ചുള്ള വിവാദങ്ങളും എന്ന് മാത്രമാണ് പല മാധ്യമങ്ങളും സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം.